മലപ്പുറം നഗരമേഖലയിൽ തീപിടുത്തം. കോഡൂർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. വലിയ തീപിടുത്തമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 8 ജീവനക്കാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ 8 പേരും സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറം നഗരമേഖലയിലെ കോഡൂർ പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, തീ നിയന്ത്രണ വിധേയമായോ? ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് മലപ്പുറം നഗര മേഖലയോട് അടുത്തുള്ള കോഡൂർ ഈ പഞ്ചായത്തിന്റെ ഇത്തരത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ 20 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിൽ തീ ആളി കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 8 ജീവനക്കാരായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായത്. കെട്ടിടത്തിലെ ജീവനക്കാരെല്ലാം അപ്പം തന്നെ പുറത്തിറങ്ങി. അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള ഒരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിനുണ്ടായ കാരണം എന്നുള്ളത് ആണ് ഇനി പരിശോധിക്കേണ്ടത്. അത് ഇപ്പോൾ നിലവിൽ എന്തായാലും തീപിടുത്തത്തിനുണ്ടായ കാരണം വ്യക്തമല്ല. മറ്റ് ജീവനക്കാരെ എന്തായാലും ഇവിടുന്ന് മാറ്റാൻ സാധിച്ചിട്ടുമുണ്ട്. ഈ പുറമേ നിന്നാണ്, അതായത് കെട്ടിടത്തിന് പുറമേ നിന്നാണ് തീ പിടിച്ചതെന്നാണ് അഗ്നിരക്ഷാ സേന അധികൃതർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ഉള്ള മാലിന്യം പൂർണ്ണമായും കത്തി തീ ആളി കത്തുന്ന ഒരു സാഹചര്യമാണ് ദൃശ്യത്തിൽ കാണാവുന്നത് പോലെ തന്നെ. അത് ഫയർഫോഴ്സിന്റെ യൂണിറ്റ് എത്തി ഇവിടെ സമീപത്ത് തന്നെയുള്ള മുണ്ടുപറമ്പ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമീപത്ത് പുഴ കൂടിയുണ്ട്. ഈ പുഴയിൽ നിന്ന് ഉൾപ്പെടെ ജലം ഉപയോഗിച്ചുകൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് ഈ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത്. നേരത്തെ ഹരിതകർമ്മ സേന പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധയിലാണ് ആദ്യം ഈ തീ പടരുന്നത് കണ്ടത്. അവരാണ് അപ്പോൾ തന്നെ അഗ്നിരക്ഷാ സേനയെ അറിയിച്ചത്. കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരും അപ്പോൾ തന്നെ പുറത്തിറങ്ങി ഇപ്പോൾ അഗ്നിരക്ഷാ സേന എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം. ആർക്കും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരി അരുണ, തൊട്ടടുത്തൊക്കെ ആൾവാസമുള്ള പ്രദേശമാണോ? ഈ തീ ഇനിയും പടർന്നു കഴിഞ്ഞാൽ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാഹചര്യമുണ്ടോ? എത്ര യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയിട്ടുള്ളത്? കൂടുതൽ ഫയർഫോഴ്സ് എത്തി തീ പടരുന്നത് നമുക്കറിയാം. വളരെയധികം ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ സമീപപ്രദേശങ്ങളിലേക്കുമൊക്കെ തീ പടരാനുള്ള സാധ്യത എത്രമാത്രമാണ്? അത് തടയാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? മാർച്ചല്ല, ഏറ്റവും അനുകൂല ഘടകം എന്ന് പറയുന്നതിന് തൊട്ടടുത്ത് തന്നെ പുഴയാണ്. പുഴയിൽ നിന്ന് തന്നെ ഉൾപ്പെടെ ജലം ഉപയോഗിച്ചാണ് അഗ്നിരക്ഷാ സേന ഈ തീ അണയ്ക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ നഗരമേഖല തന്നെയാണ്. അടുത്തൊക്കെ കടകളും ഈ ടൗൺഷിപ്പ് ഈ മലപ്പുറം നഗരത്തിന്റെ പ്രധാന മേഖലയോട് അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ ാനുള്ള സാധ്യത നിലവിൽ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് തന്നെ തീ അണയ്ക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക്, ഒരു ദൗത്യത്തിലേക്ക് അഗ്നിരക്ഷാ സേന കടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ കെട്ടിടത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ തീ അണച്ചിട്ടുണ്ട്. പ്രധാനമായും ഇതിന്റെ മുൻവശത്ത് തന്നെയാണ് കാര്യമായും തീ ആളി പടർന്നത്. അവിടെ നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നിഗമനത്തിലാണ് എത്തിയത്. അവിടുത്തെ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്, ആ ഒരു ദൗത്യത്തിലാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനാ അംഗങ്ങൾ ഉള്ളത്. മാർഷൽ. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.